ഹലോ വെൽക്കം ടു വി വ്ലോഗ്. അപ്പൊ ഞാൻ തിരിച്ചതേ നിങ്ങൾക്ക് ഇതേ കണ്ടാൽ മനസ്സിലാവല്ലോ ആരാളെ കൂടെയാണ്. ഈ അല്ല സോറി അങ്ങനെ പറയാൻ പാടില്ല. ഈ നല്ല പാവം കുട്ടിയുടെ കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോവാണ്. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിരുന്ന ദൈവം സഹായിച്ച് ഷൂട്ട് ഒരു 7 മണിക്കൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ റൂം എത്തുമ്പോഴേക്ക് 8 മണിയായി. പക്ഷെ ഈ ഷോപ്പിംഗ് അർജന്റാണ്, ചെയ്തേ പറ്റൂ. എന്തോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇത് എന്നെയും കൂട്ടി പോവാണ് കേട്ടോ. പോവാം. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കൂട്ടി പോകുമ്പോ അതങ്ങനെയാണല്ലോ. പോവാ. ബൈ പറ. ഇവിടെ ബൈ പറ. അപ്പൊ ഈ കുട്ടി എന്റെ കൂടെ ഹോട്ടലിൽ എന്റെ അപ്പുറത്തെ റൂമിൽ തന്നെ അല്ല, എന്റെ അപ്പുറത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലും ഇവിടെ സെക്കൻഡ് ഫ്ലോറിലും. അപ്പൊ ആ ഒരു ദുരന്തം എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒന്നിച്ച് പോണ്ടി വരുന്നു ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവളുടെ ആവശ്യമാണ് കേട്ടോ. മെയിൻലി രണ്ടുപേരുടെ ആവശ്യം. അപ്പൊ ഞങ്ങൾക്ക് ഷോപ്പ് എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ പോയി തപ്പി കണ്ടുപിടിച്ചിട്ടാണ് ഷോപ്പൊക്കെ അന്വേഷിക്കാൻ അല്ലേ. അതും രാത്രി എത്ര മണി? 9 മണിക്ക് 10 മണിക്ക് അടയ്ക്കും. ഞങ്ങളുടെ ഇവിടെ ഒരു ഷോപ്പിൽ വന്നിട്ട് ഒന്നും കിട്ടിയില്ല. ഈ ഷോപ്പ് ഫുൾ അടച്ചതാട്ടോ. പക്ഷെ അവർ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ കാണാൻ സമ്മതിച്ചു. വേഗം പോ. ഇത് കൊള്ളാട്ടോ. ഇത് എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞേടി? ഈ സ്ഥലത്തെ കടയുടെ പേരെന്താ? ഈ കടയുടെ പേരെന്താ പറ. ആളോട് പോയി, എനിക്കറിയില്ല. എല്ലാരും ധൃതിയില്ല കേട്ടോ. എനിക്കും ആവശ്യമുണ്ട്, അവക്കും ആവശ്യമുണ്ട്. കൊള്ളാല്ലേ. ഈ കിतने भैया? 2200. इसमें एक्स्ट्रा हैंड है या सिला सकते हैं? ये स्लीवलेस है. ഇത് 2200 രൂപയുടെയാണ് ഈ സംഭവം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ये कैसे दिया? ഇത് 2500. इसका जो पलासो टाइप का आता है ना, वो वाला है. ഇവിടെ ഇഷ്ടംപോലെ ഡ്രസ് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ എന്നെ ചീത്ത പറയാം. അപ്പൊ ശരി, ഞങ്ങളപ്പോ കുറച്ച് ഡ്രസ്സ് നോക്കട്ടെ. ഇഷ്ടംപോലെ ഉണ്ട് സംഭവങ്ങൾ. എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല കളറ്. അവൾ എൻ്റെ വീഡിയോ എടുക്കുന്നു, ഞാൻ അവളുടെ വീഡിയോ എടുക്കുന്നു. കൊള്ളാല്ലേ സംഭവങ്ങൾ. ഇവിടെ ബൾക്കിനായിട്ട് കുറേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. താഴെയും മുകളിലൊക്കെ. ഈ ദുക്കാൻ കാ നാം ക്യാ ഭയ്യ? कौन सा? सूरत. ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമാണോ? നിനക്ക് ഇഷ്ടമാണോ? എനിക്ക് അതേ ഇഷ്ടം. എനിക്ക് മടിയാ. एक्चुअली मुझे नहीं आएगा. और इसमें और कौन सा डिजाइन है? सादा चूड़ियां सिल्वर नहीं, 2 पीस में और क्या डिजाइन है? എന്റെ ദൈവമേ, ഇവിടെ കൊല്ലും തോന്നുന്നു. पलासो में सिर्फ यही है और कुछ भी नहीं है. सादा चूड़ियां मिलेगा आपको. वो जो ഇവിടെ കണ്ടോ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ സാധനങ്ങൾ എന്തെടുത്താലും 10% ഓഫ് ഉണ്ട് കേട്ടോ. 10% ഓഫ് ചെയ്തിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല സംഭവമാണ് കിട്ടും. നല്ല ഡ്രസ്സാണ് കേട്ടോ. ഞാൻ നോക്കി കുറേ ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഡ്രസ്സുണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ലാച്ച 10%, റെഡിമെയ്ഡ് ചുരിദാർ 10%, അതേപോലെ ഡിസ്കൗണ്ട് ഓഫർ സ്റ്റാർട്ട് ലാച്ച സ്റ്റാർട്ട് എന്താ സ്റ്റാർ ലാച്ച സ്റ്റാർ ചുരിദാർ 40% ഡിസ്കൗണ്ട്. ഗൗണൊക്കെ 10%. 3 പീസ് ചുരിദാർ സെറ്റ് 10% ഓഫ്. പിന്നെ ഇതേ ഗൗൺ 10% ഓഫ്. നല്ല വലിയ കടയാ. ഇവിടെ ചേട്ടന് സ്വൈര്യം കൊടുക്കുന്നില്ല കണ്ടോ. ये सब क्या रेट है? 1700. ये मस्त 10% डिस्काउंट है. നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ സാധനങ്ങൾക്കൊക്കെ. ഓക്കെ കണ്ടോ, ഇഷ്ടംപോലെ ഡിസൈൻസ്. ഇങ്ങനെ ലെഹങ്ക സ്കേർട്ട് ടോപ്പൊക്കെ കുറേ ഉണ്ട് ഇവിടെ. കൊള്ളാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 2 ഡ്രസ്സ് വാങ്ങിച്ചു. അപ്പോൾ ആർക്കെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ കടയിൽ വരാം. എന്താ പേര്? സൂരത് ഗാർമെന്റ്സ്. അപ്പോൾ
ഞാൻ 1800 ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് എനിക്ക് 1620 രൂപയ്ക്ക് കിട്ടി കേട്ടോ. ചേട്ടാ താങ്ക് യു. കുറച്ചും കൂടി കുറച്ച് തരാം. ഇവിടെ നീ എത്രയുടെ വാങ്ങിച്ച ഡ്രസ്സ്? 2800 ഡ്രസ്സ് 2500 രൂപ. അത് ഡ്രസ്സ് ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാൻ പറ്റില്ല, പിന്നെ കാണിച്ചു തരാം. ഇപ്പൊ ഡ്രസ്സ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഡ്രസ്സ് ഉടനെ വരുന്ന എനിക്കിപ്പോ കണ്ടാണ്. ബൈ. ഷോപ്പിൽ വരാം. സൂരത് ഗാർമെന്റ്സ് നാ. എന്ത് ഡ്രസ്സ് കാണിക്കാൻ പറ്റില്ല? ഡ്രസ്സ് കാണിക്കാൻ പറ്റില്ല, പറഞ്ഞാൽ മതി. 2 ഡ്രസ്സൊക്കെ എടുത്തു. അടിപൊളി ഒരു ഷോപ്പാണ്. അല്ലെങ്കിൽ ഇപ്പൊ വീണാ പോയി. ഇവളുടെ വ്ളോഗ് തുടങ്ങി ഗൈസ്. ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഡ്രസ് പീസ് ഒക്കെ ഉണ്ട്. ഇത് താഴത്തെ സെക്ഷൻ ആണ്. ഇത് കണ്ടോ? ഇവിടെ ഒരു ദിവസം തീർച്ചയായും വരേണ്ടത്. ഈ ഡ്രസ് മെറ്റീരിയൽ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ. അതെ ഷോപ്പ് ക്ലോസ് ചെയ്യും. അപ്പൊ ഞങ്ങൾ എന്തായാലും 2 സാധനങ്ങൾ വാങ്ങി. അതിപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഈ കടയിൽ വന്ന് ഷോപ്പ് ചെയ്യാം. സൂരത് ഗാർമെന്റ്സ് ആണ് പേര്. ഇത് പഴവങ്ങാടി ആ ലൈനിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ബൈ ബൈ. ന്യൂ ഫാഷൻ പോയിന്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കടയാണ് സൂരത് ടെക്സ്റ്റൈൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നൊവൽറ്റി ഉണ്ട് അപ്പുറത്ത്. ട്രാൻഡ്രംകാർക്ക് ഈ സ്ഥലം എന്തായാലും അറിയാറിക്കല്ലോ. ഇത് പഴവങ്ങാടി ലീനാണ് കേട്ടോ. ഇനി എന്തിനാ ലൈറ്റ് ഇല്ല ഈ രാത്രി പാതിരക്ക് ഇവർക്ക് ജ്വല്ലറി. ട്രിവാൻഡ്രത്ത് എത്ര മണി എത്രയെന്ന് എന്നാൽ 9:30 അവർക്ക് ജ്വല്ലറി വേണമെന്ന്. ഇവിടെ ഒരു കുന്തവും കിട്ടാൻ പോലുള്ള ഇല്ല. ചില ഷോപ്സ് ഒക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെ രാമചന്ദ്രനാ. ഞാൻ പറഞ്ഞപ്പോ ഇവർക്ക് പുച്ഛമായിരുന്നു കേട്ടോ. എനിക്ക് പുച്ഛമൊന്നുമില്ല. അപ്പോൾ ഇനി ഇവർക്ക് ഓർണമെന്റ്സ് എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. ഒരു ആവശ്യമില്ല, ചുമ്മാ അതെ വാങ്ങുന്നതാ. ഇവിടെ വന്നിട്ട് പോണേ. വരാം തീർച്ചയായിട്ടും വരും. അങ്ങനെ മോള് ഇവിടെ ഒരു ഫാൻസി കട തപ്പി വന്നതാണ്. അവളുടെ വ്ളോഗ് എടുക്കാം. അയ്യോ അറിയില്ലായിരുന്നു. ഞാൻ എന്റെ വീട് തരൂല. എന്റെ പൊട്ടനും ഞാനും ഇടില്ല. തീർച്ചയായിട്ടും ഇടില്ല കേട്ടോ. എനിക്കത് വിശ്വസിക്കാം. എന്താ നിനക്ക് വേണ്ടതെങ്കിലും നിനക്കറിയോ? തലയിലിടാനോ? തലയിൽ ബുദ്ധി വേണ്ടേ വല്ലതും ഇടാൻ? കുഞ്ഞു പിള്ളേരെ പോലെ ഓരോന്നും തപ്പിക്കൊണ്ടിരിക്കുക. ഇവിടെ ഷോപ്പിംഗ് ചെയ്യുന്നില്ല. നാളെ രാവിലെ എണീറ്റ് ഷൂട്ടിന് പോകേണ്ടതാണ്. ഇവിടെ എന്താണ് കാണിക്കണമെന്ന് എനിക്കറിയില്ല. കുറേ നേരമായിട്ട് കടയുടെ മുന്നിൽ വെക്കുന്നുണ്ട്. എനിക്ക് വയ്യ. എനിക്ക് വീട്ടിൽ പോയി ഉറങ്ങിയാൽ മതി. എന്റെ വ്ളോഗ് ഞാൻ പറയുന്ന ഡയലോഗ് കോപ്പി ചെയ്യാട്ടോ. നോക്ക് എടി വേഗം കാശ് കൊടുത്തിട്ട് വാടി പാട്ടി. വാ. എന്റെ മോൻ കണ്ടത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ക്ഷീണിച്ച് ചാവാറായിരുന്നു. ഇതാരാ? ഇനി വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങണം. അന്ന് രാവിലെ എൻ്റെ ഷൂട്ടിന് കൊണ്ടത് വയ്യ. ഇപ്പെങ്കിലും ഇറങ്ങുമോ പ്ലീസ്? പിള്ളേരെ കൊണ്ടുവരുന്ന പോലെയാണ് ഇവിടെ ഒരു കടയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഐ ഡോണ്ട് നോ. ഇപ്പം എന്തായാലും എനിക്ക് വീട്ടിൽ പോകണം. നോക്ക് ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ. ഞങ്ങളും ഈ കുറച്ച് കടക്ക. നിങ്ങളുണ്ട്, ചേട്ടന്മാരുണ്ട്. യെസ് ചേട്ടന്മാരുണ്ട്. താങ്ക് യു. ബാ ബാ ബാ. ട്രിവാൻഡ്രം ഉറങ്ങിപ്പോയി. എന്താ? ആ അല്ല, ഞാൻ മുംബൈ. ആ അങ്ങനെ ഒരു ഓട്ടോ ചേട്ടനെ കിട്ടി. ഞങ്ങളിതേ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്.
ആരുമില്ല കേട്ടോ. ഇവിടെ ഒരു വഴിയിലൊരു മനുഷ്യൻ വരും. ഇത് ഈ പ്രയത്തിനെ കാണുന്നുണ്ടോ? അതിനെയും കാണുന്നില്ല. അയ്യോ, അമ്മയ്ക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞോണ്ട് ഇവിടെ പൊറോട്ടയും ബീഫും വാങ്ങാന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ഹോട്ടലിലെ ഫുഡ് ഇഷ്ടമല്ല. കുറെ ദിവസമായി ബീഫ് വേണമെന്ന് പറയുന്നത്. അപ്പൊ പൊറോട്ടയും ബീഫും വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ വന്ന്. നിനക്ക് വിശക്കുന്നില്ലേടി? ആണോ? അപ്പൊ ഞാൻ അമ്മയുടെ പൊറോട്ടയും വാങ്ങിയിട്ട് പോട്ടെ. ഈ ചേച്ചി ഞങ്ങളുടെ സീരിയൽ എപ്പോഴും കാണാറുണ്ട് കേട്ടോ, പാവം ചേച്ചി. ഇവിടേക്ക് 30 പൊറോട്ട എന്തോ കൊടുക്കണമായിരുന്നു. എന്തായാലും ഇപ്പൊ അവർ രണ്ടെണ്ണം എനിക്ക് എടുത്തു തന്നു. എനിക്കും ഉറക്കം വരും. ഇത് വാങ്ങിയിട്ട് നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. താങ്ക് യു, ബൈ ബൈ. എന്തേറ്റി ഉണങ്ങിപ്പോയി? ശരി ചേച്ചി. അപ്പൊ അമ്മയുടെ ഫുഡ് ഇതാ ഞാൻ കൊണ്ടുവന്നു. ഞാൻ പോയിട്ട് ഇനി വല്ലതും കഴിക്കട്ടെ. ഗംഗ മുകളിൽ തന്നെ വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ ഞാൻ അവിടെ അടുത്ത് പോയിട്ട് വല്ലതും കഴിച്ചിട്ട് തിരിച്ചു വരാം. എന്നിട്ട് ഉറങ്ങിയിട്ട് വേണം നാളെ രാവിലെ ഷൂട്ടിന് പോകാനായിട്ട്. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വിശന്നിട്ട് കടയിലൊക്കെ പോയി നോക്കിയപ്പോൾ ഒരു ഫുഡും ഇല്ല. ഇതായതുകൊണ്ട് എല്ലാം അടച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ റൂമിൽ വന്ന് ഞങ്ങൾ ഫുഡ് എന്താ ഓർഡർ ചെയ്തത്? ഷവർമ്മ. അപ്പോൾ ഷവർമ്മ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. കഴിച്ചിട്ട് വേണം കിടന്ന് ഉറങ്ങിയിട്ട് വേണം നാളെ ഷൂട്ടിന് പോകാൻ. ആ ഷവർമ്മ ചേട്ടൻ എവിടെ എത്തി മോളെ? അറിയില്ല. എനിക്ക് വിശക്കുന്നു. നിനക്ക് വിശക്കുന്നില്ലേടി? വിശക്കുന്നില്ലേന്ന്? അപ്പോൾ ഷവർമ്മ ചേട്ടൻ വരാനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. മുഖമൊക്കെ വരക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ട് വയ്യാണ്ടിരിക്കുക കേട്ടോ കുട്ടി. ഞാനും അതെ, ഞാനും ഉണ്ടായിരുന്നു ഷൂട്ടിൽ. എനിക്കും വയ്യ. നീ കഴുകി പൊടി. അപ്പൊ ഷവർമ്മ വന്നു. കുട്ടി ഷവർമ്മ കഴിക്കാട്ടെ. കൊള്ളാം. വല്ലപ്പോഴും പുറത്തുനിന്ന് കഴിക്കണമെന്നുണ്ട്. പ്രശ്നമില്ല. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഷോപ്പിംഗ് കഴിഞ്ഞു. വാങ്ങേണ്ട സാധനങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചല്ല, കാരണം ഓൾമോസ്റ്റ് ലേറ്റായി. ഞാൻ പറഞ്ഞില്ല, അവിടെ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 9:20 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടന്മാരോട് പറഞ്ഞ് അവർ കട പാവങ്ങൾ തുറന്ന് തന്നിട്ട് ഞങ്ങൾ പിന്നെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കടയൊക്കെ അടച്ചിരിക്കുകയായിരുന്നു. ഈദായതുകൊണ്ട് എല്ലാം അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ തട്ടുകടയിൽ നിന്ന് അമ്മയ്ക്ക് വാങ്ങി. ഞങ്ങൾക്ക് പിന്നെ പൊറോട്ട വേണ്ടെന്ന് വെച്ചിട്ട് ഷവർമ്മ കഴിക്കാൻ തോന്നിയപ്പോൾ അവളുടെ റൂമിൽ പോയി ഷവർമ്മയും കഴിച്ച് ഞാൻ തിരിച്ച് വന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പോവാം കേട്ടോ. സ്കിൻ കെയർ ആവാം. സ്വല്പം സ്കിൻ കെയർ അത്യാവശ്യമാണ് അല്ലേ? എൻ്റെ ഈ കുരുക്കളൊക്കെ പോകുന്നൊന്ന് നോക്കട്ടെ. നാളെ രാവിലെ ഷൂട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് പുതിയൊരു എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.